ഹായ് മച്ചാന്മാരെ, ഈ വീഡിയോ ആരും തട്ടി മാറ്റരുത്. ഇതിനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തില് 1 സെന്റ് ഭൂമിയോ വസ്തുവോ ആഹാരം പോലും ഇല്ലാതെയാണ് നമ്മളിപ്പോ കാണേണ്ട ഒരു കാഴ്ച വന്നത്. കാരണം ആറ്റിൽ 2 പൊടി കുഞ്ഞുങ്ങളെയും ഭാര്യയും ഭർത്താവും കൂടെ ചാടി മരണത്തിലേക്ക് പോയി. അപ്പൊ നിങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവരും ഈ വീഡിയോ എല്ലാവരും കാണുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാര്, കാരണം വെച്ചാൽ നമ്മുടെ ഈ ആശാ വർക്കർ ഉണ്ടല്ലോ, ആശാ വർക്കറും പഞ്ചായത്ത് മെമ്പറിന്റെ പേരിലും കർശന നടപടി എടുക്കണം. കാരണം ഒരു സാധാരണപ്പെട്ടവന്റെ കുടുംബത്തിൽ കഷ്ടവും ദുഃഖവും പ്രയാസങ്ങളും ആഹാരത്തിന് ബുദ്ധിമുട്ടും എല്ലാം വന്ന് അന്വേഷിക്കേണ്ട ഒരു ചുമതല നമ്മൾ മാസം തോറും ശമ്പളം മേടിക്കുന്ന ആശാ വർക്കറാണ്. പക്ഷെ അവർക്ക് അറിയായിരിക്കും, അപ്പൊ ആശാ വർക്കറാണ് വന്ന് ശമ്പളം ഇവിടെ വീട്ടിൽ നിന്ന് നോക്കേണ്ടത്. അവരെ ബുദ്ധിമുട്ട് എന്തിനാണ്, അവർക്ക് എന്തിനാണ് കുഴപ്പം, അപ്പൊ അതൊക്കെ റിപ്പോർട്ട് ആശാ വർക്കർ എടുത്തുകൊണ്ട് പോയി പഞ്ചായത്തിൽ അറിയിച്ച് അധികാരികളെ കയ്യിൽ എത്തിക്കേണ്ട ചുമതല ആശാ വർക്കറാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ ഈ അവരെ വാർഡിലെ നുമ്പറിന് ഇത് അറിയാമായിരുന്നു ഈ സംഭവം. എന്തുകൊണ്ട് നുമ്പർ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ല? പക്ഷെ ഞങ്ങൾ കള്ളത്തിനാലെ നിങ്ങളെന്ന മനസ്സിൽ തൊട്ട് ആലോചിക്കണം. ഒരു നുമ്പറിന് വസ്തുവും വീടും ഇല്ല, അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഞ്ചായത്തിൽ അറിയിച്ച് അധികാരികളുടെ ഇടയിലെത്തി അവർക്ക് ഈ പ്രശ്നം വന്ന് സോൾവ് ചെയ്ത് കൊടുക്കാൻ്റെ ഇതേ ഉള്ളുവരുന്നു. എന്നാൽ ഇന്ന് അവര് മരിക്കില്ലായിരുന്നു. ഞങ്ങൾക്കൊപ്പം ഇന്ന് ആ കുടുംബം ഇവിടെ ഈ കേരളത്തിൽ കാണുമായിരുന്നു. ഇന്ന് അവര് നഷ്ടപ്പെട്ട്. ആ കൊച്ചിന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ പൊമ്മക്കളുള്ളതാണ്. നമ്മളൊക്കെ ഇരുന്ന് ഒരുപാട് കരഞ്ഞ് നമ്മൾ മാക്സിമം പ്രതികരിക്കേണ്ട രീതിയിലൊക്കെ പ്രതികരിച്ച്. പിന്നെ അതേപോലെ തന്നെ ആ കുഞ്ഞ് 8ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. 7ാം സ്റ്റാൻഡേർഡ് 8ാം സ്റ്റാൻഡേർഡാണ്, സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ആ കൊച്ചു സ്കൂളിൽ പോകുന്നില്ല. അപ്പൊ ആ സ്കൂളില് അവരെ പേരിലും നടപടി എടുക്കണം. കാരണം ഞാൻ സ്കൂളിലെ സാറന്മാർക്ക് അറിയാം ഈ വീട്ടിലെ ബുദ്ധിമുട്ടും കാരണവും, ആ കൊച്ച് എന്തുകൊണ്ട് സ്കൂളിൽ വരാത്തത്, അവരുടെ വീട്ടിലെ ഭക്ഷണം ആ കൊച്ചിന് കിട്ടുന്നില്ല, എല്ലാ കാര്യവും ആ കൊച്ചു പഠിക്കുന്ന സ്കൂളിലെ സാറന്മാർക്ക് ഫുള്ള് അറിയാം. എന്നിട്ട് പോലും ആ സാറുമാർ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ പൊന്ന് കേരള സർക്കാരെ ഞാൻ ഒന്ന് പറയാം, നിങ്ങള് 3 പേരിലെ 3 പേര് ഇതിൽ കുറ്റവാളികളാണ്. ഞങ്ങളെ ജനങ്ങളെ മുമ്പേ 3 പേരും കുറ്റവാളികളാണ്. ഒന്ന് ആശാ വർക്കർ, മെമ്പർ, സ്കൂളിലുള്ളവരും. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരെ കാണുന്ന ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാര്യം ഇതേപോലെ നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ ഒരുപാട് സാധാരണപ്പെട്ട കുടുംബങ്ങളുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ ഇനി മറ്റുള്ളൊരു കുടുംബവും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരല്ല്. നാളെ ഒരു കുടുംബത്തിന് ഈ ഗതി വരരുത്. കാരണം എന്തിനാണ് ഈ ആശാ വർക്കർ, എന്തിനാണ് ഇവരൊക്കെ തീറ്റി പോയിട്ട് വളർത്തുന്നത്? മെമ്പർ എന്തിനാണ്? അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ആശാ വർക്കറിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഈ കേരളത്തില്. തീർച്ചയായിട്ടും അങ്ങനെ അവർക്ക് ശമ്പളം കൊടുക്കണം, ആ പൈസ കൊണ്ടേ വല്ല സ്കൂളിലോ നിങ്ങളെ ഗജനായിൽ ഇടാനല്ലേ ഉള്ളൂ. എന്തിനും ആശാ വർക്കറിനൊക്കെ എടുത്തിരുത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണ അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നാളെ ഒരു ഗതി ഇനി ആർക്കും വരരുത്. ഇങ്ങനെയുള്ള വിഷയം ഉണ്ടെങ്കിൽ വീടില്ലാത്തവർക്ക് നിങ്ങൾ അത് ചെയ്തു കൊടുക്കുക. എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് ആരും കാര്യമില്ല. ഇത് ഒരു അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും തെറ്റുകാരാണ്. അല്ല പിന്നെ അപ്പൊ നമ്മളെ കേരള സർക്കാർ ചെയ്യേണ്ട ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾക്ക് ഇപ്പം മെയിനായിട്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ആയാലും ശരി തന്നെ ഈ നമ്മള് പാവങ്ങൾക്ക് വീട് കൊടുക്കുന്ന മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇത് അറിയാൻ പറ്റൂല. അവരെ കുറ്റം പറയാൻ പറ്റില്ല, മന്ത്രിമാരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ മന്ത്രിമാരെ കുറ്റം പറയണല്ല, പ്രേക്ഷകരെ നമ്മൾ ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയണല്ല. പക്ഷെ മന്ത്രിമാരെ അടുത്ത് എത്തിക്കേണ്ട ചുമതല ആർക്കെന്നറിയാം? നമ്മളെ വോട്ടിട്ട് ജയിപ്പിക്കുന്ന വാർഡ് മെമ്പറുണ്ടല്ലോ, ഈ മെമ്പറും ഈ ആശാ വർക്കറും ഈ സ്കൂള് അധ്യാപകര് ഇവരൊക്കെയാണ് പഞ്ചായത്തിൽ അറിയിച്ച്, പഞ്ചായത്തുകാർ MLA അറിയിച്ച്, MLA ആണ് അവിടെ പോയി പറയുന്നത് മന്ത്രിമാരുടെ അടുത്ത്. അല്ല ഞങ്ങളൊക്കെ ഓരോ സാധാരണപ്പെട്ടവർ വോട്ടിട്ട് MLA-മാരെയൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് വീട്ടിൻ്റെയൊക്കെ മറ്റേ കാര്യം മോഷണവും മറ്റേ കാര്യവും നോക്കി നടന്നിട്ട് കാര്യമില്ല. ഇതേപോലെ സാധാരണപ്പെട്ടവന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ കഷ്ടപ്പാട് ദുഃഖങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുക. നമ്മളൊപ്പം ചേർത്ത് പിടിച്ച് അവർക്ക് എന്തെങ്കിലും, നിങ്ങൾ എന്തുമാത്രം പൈസകൾ ഈ കേരളത്തിൽ അടിച്ചു കളയണ്. എറണാകുളത്ത് കണ്ടില്ലേ, നമ്മളെ എറണാകുളത്ത് മറ്റേ ശില്പ വയ്ക്കുന്നു,
ശില്പം ശില്പം പണിയാണ് 1 കോടി രൂപ എന്നാണ് പറയണത് ആ സലിംകുമാറിന്റെ. അപ്പൊ ആ 1 കോടി രൂപ ഉണ്ടെങ്കിൽ 5 കുടുംബങ്ങൾക്ക് എന്തെങ്കിലും സലിംകുമാറിന്റെ പേരിൽ തന്നെ ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ സലിംകുമാർ അല്ല മച്ചബി, സലിംകുമാറിന്റെ പേരിൽ ഒരു 5 വീട്ടുകാർക്ക് വീട് വെച്ചു കൊടുക്കും. അത് കേരളത്തിന് നല്ലതാണ്. എന്നാ പിന്നെ ഈ കണ്ട സിനിമാ നടന്മാരെ എല്ലാരെയും ശില്പങ്ങളെടുത്ത് എറണാകുളത്ത് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എറണാകുളം ഇല്ലല്ലോ. ഉണ്ടോ മച്ചാൻ? എറണാകുളം ഇല്ല, പിന്നെ അവിടെ ശില്പം ഇരിക്കാനേ സ്ഥലമുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ദൂർത്തടിക്കുന്നതിനെക്കാട്ടിയും ഇതേപോലത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇറങ്ങി നിങ്ങളെക്കാൾ കഴിയുന്ന ഒരു കൊച്ചു വീട് അവര് വലിയ സ്വപ്നമൊന്നും കൊട്ടാരമൊന്നും കേൾക്കുന്നില്ല. ആരും അടിച്ചിറക്കാത്ത രീതിയിൽ ഒരു കൂര, എന്തൊരു ഒരു റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ഒരു ലറ്റിൻ ബാത്റൂം, പിന്നെ ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ കാണുമ്പോ മനസ്സിലാവും. സത്യം പറയല്ല, ഞങ്ങൾക്കും എനിക്കും 2 പെൺമക്കളുള്ളതാണ്, മച്ചമ്പിക്കും പെൺമക്കളൊക്കെ ഉള്ളതാണ്. നമ്മളൊക്കെ ഈ വീഡിയോ കണ്ട് സത്യം പറയാൻ കരഞ്ഞു. ആ വീഡിയോ കാണുന്തോറും നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് എന്തെന്ന് അറിഞ്ഞൂടാ, സംഭവിക്കാൻ പോണെന്നൊന്നും പോലും അറിയില്ല. സത്യം. നിങ്ങൾ ആ പ്രേക്ഷകരെ കണ്ടു വേണോ മറ്റേ CCTV ക്യാമറയിൽ പതിഞ്ഞ വീഡിയോ? ആ കൊച്ചിന് 8 വയസ്സായ 10 വയസ്സെന്തരായി. അപ്പൊ ആ മോക്ക് പോലും എന്തെന്ന് പോലും അറിഞ്ഞൂടാ. ആ കുഞ്ഞാണ്ട അച്ഛനും അമ്മയും ഫാമിലി ആയിട്ട് വരുന്നു, അവര് ഒരു കോവിലിൽ കയറുന്നു, ആ പിള്ളേർ ആ കുഞ്ഞ് ഓടിപ്പോയി കളിക്കുന്നു. ആ കൊച്ചിന് പോലും അറിഞ്ഞൂടാ എന്റെ അച്ഛനും അമ്മയും എന്തിനാണോ വന്നത്, അവര് ഒരു കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അത് ആലോചിക്കാൻ പോലും പെമ്മക്കളുള്ള ആരും പിന്നെ അത് കാണാൻ നിൽക്കില്ല ആ വീഡിയോ. അത്രയ്ക്കും. അത് മാത്രമല്ല, എന്തുമാത്രം ശ്വാസം മുട്ടിയാണ്, എന്തുമാത്രം മരണവേദന അനുഭവിച്ചാണ് മരിച്ചത്. അപ്പൊ ഇത്രയ്ക്കും കാരണം ഈ 3 അധികൃതർ, സ്കൂള് മെമ്പർ, വാർഡ് മെമ്പർ, പിന്നെ ആശാ വർക്കർ, ഇവരെ പേരിൽ കർശനമായ നടപടി എടുക്കണം. അല്ലാതെ ഇവരെ നമ്മൾ എന്തിനാണ് തീറ്റി പോറ്റി വളർത്തുന്നത്? ഈ 3 എണ്ണത്തിനൊക്കെ സ്കൂള് അധികൃതർക്കെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നോ? പ്രേക്ഷകരെ, പിന്നെ ഒന്നുകൂടെ, ഇന്ന് നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ അടുത്തും നമ്മളെ കേരളത്തിൽ ഇത് തന്നെ നടക്കും. ഇനിയും നമ്മളെ ഈ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളൊന്നും മനുഷ്യന്മാരല്ലാതെ അല്ല, ഇതിനെതിരെ സർക്കാർ ഇതിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഇനിയും ഒരു കുടുംബം ഇതേപോലെ ആറ്റിച്ചാടിയോ അന്ന് ഇതുപോലെ നിങ്ങൾ നമ്മൾ ദുഃഖിച്ചോണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാവരുത്. നാളെ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബർ എല്ലാവർക്കും വീഡിയോ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി, എടുത്തിട്ട് റീച്ച് ആവാം എന്നുള്ള ധാരണ ഒരുപാട് പേർക്കുണ്ട്. അപ്പൊ ഞങ്ങൾ അത് റീച്ച് ആവാനും മറക്കാനും അല്ല ഈ വീഡിയോ ചെയ്തത്. ഈ റീച്ച് ആവാനൊന്നുമല്ല, നമുക്ക് വേറെ വീഡിയോയിൽ ഇടാം. പക്ഷെ നമ്മള് അത്ര വിഷമമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് എന്റെ അളിയന്റെ വീട്ടിൽ വന്നായിരിക്കുന്നത്, നമ്മളെ മച്ചാന്റെ വീട്ടില്. അത്രയും സഹിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അധികാരികളുടെ മുമ്പിൽ ഇതിനൊരു നടപടി കൊണ്ടുവരിക, അല്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. അത്രേ ഉള്ളൂ.